വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നതേ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ അല്ല, പിറന്നാളാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ മലയാളികൾക്ക് ഇപ്പോൾ 2 ബർത്ത്ഡേ ആണ്. ഒരെണ്ണം ബർത്ത്ഡേയും ഒരെണ്ണം പിറന്നാളും. ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യും കേട്ടോ. പിറന്നാളിൽ നമ്മുടെ സദ്യ. അങ്ങനെ 2 ആഘോഷമാണ് നമുക്ക് ബർത്ത്ഡേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ പിറന്നാളായിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴണം. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുതാൻ പോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിറന്നാൾ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൂജയുടെ പ്രസാദമൊന്നും മേടിക്കാൻ നിന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോണത്തൂന്നിൽ നേരത്തെ തന്നെ പോകണം. അപ്പോൾ അമ്മേനെ കുറച്ച് കുക്കിങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ രാവിലെ തന്നെ എനിക്ക് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും അമ്മയുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അമ്മ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പായസം മാത്രം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പായസം പാലട ഞങ്ങൾ പാഴ്സൽ വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ ദേ നടപ്പരയുടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പണി കഴിയുമ്പോൾ നമ്മുടെ അമ്പലം സൂപ്പറായിരിക്കും കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് ഞങ്ങൾ ദേ ഇങ്ങനെ പുറത്തേക്ക് വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ പോരണ വഴിക്ക് ഞാൻ കുറേ ഫോട്ടോസ് ഇടുന്നുണ്ട്. ഈ മീനാക്ഷിയുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നമ്മുടെ പട്ടുപാവാട ഞാൻ തയ്ച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഭയങ്കര തയ്പ്പുകാരിയാണ്. അപ്പം ഞാൻ തന്നെ ഒരൊറ്റ ദിവസം തലേ ദിവസം ഞാൻ തയ്ച്ചതാണ് പാവാട. പക്ഷേ ഞാൻ തയ്ച്ചതല്ല പാവാട, ഞാൻ തയ്ച്ചത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ഓൾട്ടർ ചെയ്യണം ശരിക്കും. അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ പിറന്നാൾ പൂജയുടെ വെണ്ണയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വന്ന് പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കോണത്തൂന്നിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ കോണത്തൂന്നിലെത്തിയപ്പോഴേക്കും അമ്മ അവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. നമ്മുടെ സദ്യയൊക്കെ റെഡിയാക്കി എല്ലാവരും റെഡിയാക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോണത്തൂന്നിലെത്തി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പോഴേക്കും സദ്യ ഉണ്ണാറായിട്ടുണ്ട്. അനൂപേട്ടൻ്റെ ഡാൻസ് എങ്ങനെയുണ്ട്? എൻ്റെ അനൂപ് ചേട്ടൻ്റെ ഡാൻസ്. സദ്യ ഉണ്ണാറായപ്പോഴേക്കും നമ്മുടെ ഗ്രീഷ്മയും ശ്രദ്ധയും ഒക്കെ വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ശ്രദ്ധ ഗിഫ്റ്റൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രദ്ധ ഉണ്ടാക്കിയ ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റും പിന്നെ അവർ കവറൊക്കെ ഉണ്ടാക്കി കവറിലൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവന്നേക്കാണ്. ഉള്ള സന്തോഷം നോക്ക് മീനാക്ഷിയുടെ. അപ്പോൾ നമുക്കിനി വിളക്കൊക്കെ കൊളുത്തി ഗണപതിക്കൊക്കെ വെച്ച് ചോറുണ്ണാൻ തുടങ്ങാം അല്ലേ. അങ്ങനെ മീനാക്ഷിയുടെ പിറന്നാൾ സദ്യയൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കസിൻ വിഭവം ഉണ്ടായിട്ടാ. അപ്പോൾ അവളുടെ ഒപ്പം ഞങ്ങൾ പോണത് തിരുവഞ്ചിക്കുളത്തുള്ള സുമമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ദേവിയമ്മായി ഉണ്ട്, വിഭയുടെയും ദീപയുടെയും അമ്മ. അപ്പോൾ അമ്മായിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് പോണത്. ഒരു ഞങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും കൂടി പോയി പറയാം. അമ്മ കേക്ക് മുറിക്കാൻ പോകുന്നു. അമ്മ കേക്ക് മുറിക്കാന്ന് ഒരു ചെറി കാണാനില്ല. ചെറിയ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് മുഴുവനും ഇറങ്ങി വാങ്ങല്. ഓക്കെ
ആദ്യം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളൂ നീ. അമ്മേ ഒന്ന് അടുത്ത് നിക്ക് മൈക്ക് കേക്ക് കൊടുത്തപ്പോഴേക്കും സുമ്മമ്മ ഇത് വലിയൊരു കഷ്ണം കേക്ക് നോക്കി അങ്ങോട്ട് മുറിച്ച് അവനോന്ന് തന്നെ എടുത്തിട്ട് വേഗം തന്നെ ഞാൻ കഴിക്കട്ടെ ഇത്. അങ്ങനെ കേക്ക് കഴിച്ചപ്പോഴേക്കും ഊർമിള ചേച്ചി ജ്യൂസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയത് അവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഡാൻസ് പ്രാക്ടീസ് മാത്രം നടന്നില്ല. അതിങ്ങനെ കുറേ വർത്താനവും പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ചു പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം, കുഞ്ഞച്ചനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 അമ്മായിമാരും കുഞ്ഞച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും കാണുന്നത് 3 കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനാക്ഷിയും ശ്രദ്ധയും ഗായത്രിയും ഒക്കെ കൂടി. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എന്താ പറയുക ട്രിയോ ഗ്യാങ് വന്നിട്ടുണ്ട്. അപ്പോൾ ദേവ്യമ്മായും വന്നിട്ടുണ്ടായിരുന്നു. ദേവ്യമ്മായി നമ്മുടെ തോട്ടിയിലെ ഞാനൊരു തോട്ടിയുടെ ലിങ്ക് ഇട്ടുണ്ടായിരുന്നു. ആ തോട്ടി ഉപയോഗിച്ചിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുപോയി മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വരണ വഴിയാട്ടോ. അപ്പം ഞങ്ങൾക്ക് കുറേ മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ നേരെ വാഴ 2 കാണാനാണ് പോയത്. വാഴ 2 ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതായത് കാരണം ഞാൻ ബാക്ക് സീറ്റ് ആയത് കാരണം സുഖമായി ഞാൻ അവിടെ കിടന്നുറങ്ങി. ഒരു 1 ടൈം വാച്ച് മൂവി മാത്രമേ ഉള്ളൂ കേട്ടോ വാഴ 2. രണ്ടാമത് കാണാനുള്ളതൊന്നുമില്ല. ഇൻ്റർവെൽ ഫസ്റ്റ് തൊട്ട് ഇൻ്റർവെൽ വരെ കിടന്നുറങ്ങി. ഇൻ്റർവെല്ലായിപ്പോൾ എനിക്ക് അത് കഴിഞ്ഞ് ഇൻ്റർവെൽ കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി. അങ്ങനെ സിനിമയും കണ്ട് അങ്ങനെ ഫുൾ ഡേ പാക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈ ലോങ് വീഡിയോ കാണുന്നത് കുറച്ച് പേരുള്ളൂ എന്നുണ്ടെങ്കിലും ആ കാണുന്ന ആൾക്കാർ ഒരു ലൈക്കൊക്കെ ഒന്ന് ചെയ്യാട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.